ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. തുരുമ്പെടുക്കാൻ വിട്ടില്ല. കോഴിക്കോട് പിറന്ന അംബാസിഡറിലേക്കാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും. അംബാസിഡർ സ്വതന്ത്ര ഇന്ത്യ കണ്ട ആദ്യ ആഡംബരക്കാർ. വിസ്മൃതിയിൽ മറഞ്ഞെങ്കിലും ഇന്ന് ഇന്ത്യയുടെ വികാരമാണ് ഹിന്ദുസ്ഥാൻ അംബാസിഡർ. 2014 ഉൽപ്പാദനം നിർത്താൻ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തീരുമാനിച്ചപ്പോൾ അംബാസിഡറിന് പ്രായം 56. വിശാലമായ അകത്തളവും ബൂട്ടും സോഫ പോലെയുള്ള സീറ്റുകൾ, പിന്നെ ഉരുക്കിന്റെ ദൃഢതയും. ഇന്ത്യയിൽ സാധാരണക്കാരന്റെയും പ്രധാനമന്ത്രിയുടെയും വാഹനമായി മാറാൻ അംബാസിഡറിന് ഏറെക്കാലം താമസം വേണ്ടി വന്നില്ല. ഇന്നും അംബാസിഡറിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് കേരളത്തിൽ. പഴമയുടെ പാരമ്പര്യമുള്ള അംബാസിഡറുകളെ തുരുമ്പെടുക്കാതെ പരിപാലിച്ച് സംതൃപ്തി അടയുന്നവർ. അംബാസിഡറുകൾക്ക് ഒരു പ്രത്യേക വിന്റേജ് അഴകാണ്. എന്നാൽ മലബാറിൽ അണിഞ്ഞൊരുങ്ങിയ അംബാസിഡറിനെ വർണ്ണിക്കാൻ പതിവ് വാക്കുകൾ പോരാ. ഒരു സുപ്രഭാതത്തിൽ സാമൂതിരിയുടെ മണ്ണിൽ വർണ്ണശോഭയാർന്ന ഒരു അംബാസിഡർ വിരിഞ്ഞു. രാജ്യം ഒന്നടങ്കം ഈ അംബാസിഡറിൽ മനം മയങ്ങി നിൽക്കുകയാണ്. പറഞ്ഞു വരുന്നത് സെറാമിക് പ്രോ കാലിക്കറ്റിന്റെ ഗ്യാരേജിൽ പിറവിയെടുത്ത പുതിയ അംബാസിഡറിനെ കുറിച്ച്. അഴകാർന്ന പച്ചയിലാണ് ഇവരുടെ അംബാസിഡർ. കാറിന്റെ ബ്രിട്ടീഷ് പാരമ്പര്യം വെളിപ്പെടുത്താൻ കസ്റ്റം മെറ്റാലിക് നിറം തന്നെ ധാരാളം. ക്ലിയർ ലെൻസ് ഇൻഡിക്കേറ്ററുകളും മൾട്ടി സ്പോക്ക് വീലുകളും ഈ അംബാസിഡറിന്റെ പ്രത്യേകതകളാണ്. എസ്റ്റീമിൽ നിന്ന് കടമെടുത്ത മിററുകളാണ് കാറിൽ. പിന്നിലുള്ള പവർ സ്റ്റിയറിംഗ് ബാഡ്ജിലും ക്രോം പ്ലേറ്റഡ് മഫ്ലർ ഡിപ്പിലും കണ്ണുകൾ പതിയാതിരിക്കുക അസാധ്യം. രൂപത്തിലും ഭാവത്തിലും പഴയ അതേ അമ്പി തന്നെയാണ് ഈ അവതാരം. മോഡിഫിക്കേഷൻ എന്ന പേരിൽ അംബാസിഡറിന്റെ ചാരുത നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. ഇതുതന്നെയാണ് ഈ അംബാസിഡറിനെ വേറിട്ട് നിർത്തുന്നതും. ഇതൊക്കെയാണെങ്കിലും അകത്തളത്തിലാണ് യഥാർത്ഥ കാഴ്ച വരുന്നത്. ഗുണമേന്മയേറിയ പൂർണ്ണ ലെതർ അപ്ഹോൾസ്റ്ററി, പുതുമ സമർപ്പിക്കുന്ന ഡാഷ്ബോർഡ്, ആധുനികത പ്രതിഫലിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. 2ാം തലമുറ ഹോണ്ട സിറ്റിയിൽ നിന്നും സ്വീകരിച്ച ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് അകത്തളത്ത്. കാർബൺ ഫൈബർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫിനിഷിംഗ് ആണ് സ്റ്റിയറിംഗ് വീലിന്. മുൻ തലമുറ ഫിയറ്റിൽ നിന്നുമാണ് സ്റ്റിയറിംഗ് വീൽ. പഴയ ബെഞ്ച് സീറ്റുകൾക്ക് പകരം 2 വെവ്വേറെ സീറ്റുകളാണ് മുന്നിൽ. ഇതേസമയം പിന്നിൽ ആ പഴയ ബെഞ്ച് സീറ്റുകളാണുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആഡംബരത്തിൽ പൊതിഞ്ഞ അകത്തളങ്ങളാണ് ഈ അംബാസിഡറിന്. കാറിൽ പെർഫോമൻസ് അപ്ഗ്രേഡുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. 1969 മോഡൽ മാർക്ക് II അംബാസിഡറാണ് ഈ അവതാരം. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് അംബാസിഡറിന്റെ ഒരുക്കം. എഞ്ചിൻ കരുത്ത് 4 സ്പീഡ് ഗിയർ ബോക്സ് മുഖേന പിൻചക്രങ്ങളിലേക്കാണ് എത്തുന്നത്. എന്തായാലും അടുത്ത കാലത്തായി കണ്ട ഏറ്റവും മികച്ച അംബാസിഡർ മോഡിഫിക്കേഷനായി ഈ അവതാരം പേര് നേടിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ.